എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ടീച്ചർമാരാണ് എൻ്റെ ഒരു നമ്മളെ ഒരുപാട് കഴിവില്ലാത്ത സമയത്തും നിന്നെ കൊണ്ട് സാധിക്കും സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തള്ളിവിട്ടത് കുറെ ടീച്ചർമാരാ. മറ്റേ എന്നെ ആദ്യമായിട്ട് സ്കൂൾ നാടകത്തിൽ അഭിനയിപ്പിക്കുന്ന എൻ്റെ ഒരു ടീച്ചറാണ്. അപ്പൊ എനിക്ക് അഭിനയം, എനിക്ക് ജീവിതത്തില് ഓക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും. പക്ഷെ നാടകത്തില് അഭിനയിച്ച ഞാൻ എവിടെയൊക്കെയോ ഞാൻ ഈ കഥയും പറഞ്ഞിട്ടുണ്ട്. ആ എല്ലാ വർഷവും നാടകത്തിന് എൻ്റെ സ്കൂളിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നതാണ്. ആ വർഷം മാത്രം കിട്ടിയില്ല, ഞാൻ അഭിനയിച്ച വർഷം. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇംഗ്ലീഷ് നാടകം, ഇംഗ്ലീഷ് മ്യൂസിക്കൽ ഡ്രാമ. അങ്ങനെ ഈ ടീച്ചർ എന്നെ നിർബന്ധിക്കുന്നു. ടീച്ചർ പറയുന്നത് നിന്നെ കൊണ്ട് സാധിക്കും, നീ ഒന്നുകില്ലെങ്കിലും ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു മഹാനായ കലാകാരന്റെ, ചെന്നൈയിലാണ് പുള്ളിക്കാരി, മലയാളിയാണ് കലാകാരൻ, എന്തെങ്കിലും കഴിവ് നിന്നിൽ ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞ ടീച്ചർ അങ്ങനെ ഒന്നും നിർബന്ധമില്ല, ഒരു കഴിവില്ലാത്ത എത്ര മക്കളുണ്ട്, ഉദാഹരണം വരെ ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു കാര്യമില്ല, എനിക്ക് അങ്ങനെ ഒരു കഴിവില്ല, നിന്നെ നിർബന്ധിക്കരുതില്ല, എന്നിൽ അങ്ങനെ ഒരു കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സൂപ്പർ സീനിയർ ആയിരുന്ന ഒരു പെൺകുട്ടിയുണ്ട് എൻ്റെ നാടകത്തിൽ, സ്കൂൾ ലീഡറും കൂടി ആ പെൺകുട്ടി. പിന്നെ അവളെ എല്ലാ ദിവസവും കാണാമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ നാടകത്തിൽ അഭിനയിക്കാനൊക്കെ പോകുന്നത്. അങ്ങനെ റിഹേഴ്സൽ നടക്കുന്നു. അപ്പോൾ നമ്മൾ റിഹേഴ്സ് ചെയ്തിരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് ഇപ്പോൾ വലിയ സ്റ്റേജിലായിരുന്നു ഞങ്ങൾ റിഹേഴ്സ് ചെയ്തിരുന്നത്. വലിയ സ്റ്റേജിൽ, ഞങ്ങളുടെ സ്കൂളിന്റെ സ്റ്റേജിലാണ് റിഹേഴ്സ് ചെയ്തത്. അപ്പോൾ ഞാൻ അതിൽ 90 വയസ്സായിട്ടുള്ള അപ്പൂപ്പനായിട്ട് അഭിനയിക്കുന്നു. ഞാൻ അഭിനയിക്കുന്നത് എൻ്റെ കഥാപാത്രം. അപ്പൊ ഈ അപ്പൂപ്പൻ ലാസ്റ്റ് താഴെ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന സമയത്ത് ഏറ്റവും എൻഡിൽ ഈ അപ്പൂപ്പൻ മരിക്കും, ഞാൻ മരിക്കും. മരിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ചുറ്റും ഇരുന്നിട്ട് ഇവർ ഡാൻസ് കളിക്കും. എന്നുവെച്ചാൽ എന്നെ അവിടെ സൈഡിൽ കിടത്തിയിട്ട് പിന്നെ മ്യൂസിക്കൽ ഡ്രാമയാണ്, അതിൻ്റെ ചുറ്റും പാട്ടും വന്ന് എൻഡിൽ ഒരു സാഡ് സോങ് വന്നിട്ട് ഡാൻസ് കളിച്ചിട്ട് അവസാനിക്കും. അപ്പൊ ഈ മറ്റേ ഞങ്ങൾ റിഹേഴ്സ് ചെയ്ത സ്റ്റേജിൽ, വലിയ സ്റ്റേജ് ആയതുകൊണ്ട് എനിക്ക് അവിടെ സൈഡിൽ കിടക്കാൻ സ്ഥലമുണ്ടായിരുന്നു. ഞങ്ങൾ മത്സരത്തിന് പോയപ്പോ കുഞ്ഞു സ്റ്റേജ്, വേറെ സ്കൂളിന്റെ സ്റ്റേജിൽ പോയപ്പോ ഈ സ്റ്റേജ് ചെറുതായപ്പോ ഞാൻ ഇവിടെ കിടക്കുന്ന സ്ഥലത്ത് കുറെ ഡാൻസേഴ്സ് ഉണ്ടല്ലോ, കിടക്കുന്ന സ്ഥലത്ത് വന്നപ്പോ ഞാൻ ഈ കിടക്കുന്ന സ്ഥലത്ത് വരുമ്പോ ഈ ഡാൻസേഴ്സ് എന്നെ ഇങ്ങനെ തട്ടുന്നു, ഇതാകുന്നു. ഞാൻ അവസാനം ഒരു രക്ഷയിലിരിക്കും. കാരണം ഒരു പെണ്ണൊക്കെ വന്നിട്ട് നേരത്തൊക്കെ ചവിട്ടിയിട്ടൊക്കെ പോകുന്നു. കാരണം അവർക്ക് സ്ഥലം വേണമല്ലോ, ഞാനിവിടെ കിടക്കില്ലേ. കുറെ ചവിട്ട് കിട്ടിയപ്പോ ഞാൻ എഴുന്നേറ്റ് ഈ കൂട്ടത്തിൽ ഡാൻസ് കളിച്ചു. കാരണം എനിക്ക് ഇവര് ഡാൻസ് റിഹേഴ്സ് ചെയ്ത് എനിക്ക് അറിയാം, വേറെ വഴിയില്ല. ഇതിന് ഞാൻ സൈഡിലൂടെ ഡാൻസ് കളിച്ചിട്ട് ഞാൻ ആ വഴി ഇറങ്ങിപ്പോയി. കാരണം വെച്ചാൽ ഇറങ്ങി പോണല്ലോ, എത്ര നേരം ഡാൻസ് കളിക്കും. അങ്ങനെ ഇറങ്ങിപ്പോയി. ടീച്ചർ എന്നെ നോക്കിയിട്ട് എന്നോട്, ഞാൻ പറഞ്ഞു ടീച്ചർ അവിടെ സ്ഥലമല്ല, എനിക്ക് ചവിട്ടും കൊണ്ട് ഞാൻ അവിടെ നിൽക്കണോ, യു ഇഡിയറ്റ് എന്നെ ശ്രീനിവാസന്റെ മഹാനായ മോൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് അന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേജ് നമ്മൾ റിഹേഴ്സ് ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. നമ്മളെ സ്കൂളിലൊക്കെ നമ്മൾ റിഹേഴ്സ് ചെയ്യുമ്പോൾ വലിയ സ്റ്റേജിൽ നമ്മൾ ചെയ്യും, പോകുന്ന സ്ഥലത്ത് ഈ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ ഇതുപോലത്തെ ടീച്ചർമാരെ കേട്ടിട്ട് നമ്മൾ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകരുത്. ഇതുവരെ ഓർമ്മ പുതുക്കിയെന്നേ ഉള്ളൂ.